ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് പണിയൊന്നുമില്ല. രാവിലത്തെ ഫുഡും പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കാറില്ല, ഒരു ഈവനിങ് ഫുഡ് ഉണ്ടാക്കാറ്. നമ്മൾ പിന്നെ ഒരു ഈവനിങ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് നേരമായിരിക്കണു. നമ്മൾ അന്നത്തെ ദിവസം നേരം വൈകിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറ്. എണീക്കലും നേരം വൈകിട്ടൊക്കെയാണ്. പിന്നെ വെള്ളിയാഴ്ച ദിവസമല്ല, അന്നല്ല കുറച്ച് നേരം കിടക്കാൻ പറ്റും. അപ്പോൾ അന്നാണ് കുറച്ച് നേരം വൈകിട്ട് എണീക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത് തന്നെ ചെയ്യുമ്പോൾ തന്നെ ഒരു 10 o'clock കഴിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് മസാല ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാല ഉണ്ടാക്കാനുള്ള ഇതിലാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും മസാല ഉണ്ടാക്കാൻ. ബീട്രൂട്ട് വേണം ഇതിലേക്ക്, അതാണ് മെയിൻ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഇഞ്ചി ഇട്ടിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടു. പിന്നെ സവാള ഇട്ട് നന്നായി വഴറ്റുക. സവാള വാടി വരുമ്പോൾ ബീട്രൂട്ട് ഇടുക, ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ബീട്രൂട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായി ഇതാക്കിയെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. മസാല ഉണ്ടാക്കുക സിമ്പിളാണ്. ഓരോരുത്തർക്കും ഓരോ ബ്രേക്ക്ഫാസ്റ്റാണെന്ന്. ദോശ ഉണ്ടാക്കി വെച്ചപ്പോൾ ഒരാൾക്ക് ദോശ വേണ്ട, അപ്പോൾ ഒരാൾക്ക് പുട്ടുണ്ടാക്കി. പിന്നെ മുളക് പൊടി ഇട്ടു. ഇനി ജസ്റ്റ് ഇതൊന്ന് വെച്ച് മൂടി വെച്ചിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ മസാല റെഡി. പിന്നെ കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ, ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടിയ പോലെ ഉണ്ടാവും. കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി. ഇന്ന് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി നന്നായി എടുത്തു കഴിഞ്ഞാൽ റെഡിയായി. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മസാല ദോശയ്ക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കണ സമയത്ത് അവിടെ ചെറിയ ആൾ എൻ്റെ അടുത്തുണ്ട്. അവിടെ കിടന്ന് കരയണൊക്കെ ഉണ്ട്. കുറച്ച് അവനിതാക്കും, പിന്നെ ഉണ്ടാക്കും. അപ്പോൾ അവനോട് വാക്കറിൽ ഞാൻ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവനങ്ങനെ ഓരോന്നും കയ്യിൽ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ കിടന്നാവും. ഈ ചമ്മന്തി അരയ്ക്കാൻ ഞാനങ്ങനെ ചമ്മന്തിയിൽ അല്ല, ചിലപ്പോൾ പച്ചമുളക് ഇട്ട് അരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ഇട്ടരയ്ക്കും. ഇന്ന് മുളക് പൊടി ഇട്ടിട്ട് അരച്ചത്. ഇഞ്ചി ഇടുക, കറിവേപ്പിൻ്റെ ഇല, മുളക് പൊടി. ഇഞ്ചി കുറച്ച് വലിയ കഷ്ണമുണ്ട്. ഇഞ്ചിയുടെ ടേസ്റ്റ്, അല്ലാതെ വേറെ ഒന്നും ഇടാറില്ല കേട്ടോ. സവാള അതൊന്നും അങ്ങനത്തെ ഒന്നും ഇടില്ല. മുളക് പൊടി, ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടിട്ട് ചമ്മന്തി അരച്ചെടുക്കുക, ഉപ്പിട്ടിട്ട്. ഫസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും, ഒന്ന് പൾസിലിട്ടിട്ടൊന്ന് കറക്കും. പിന്നെ വെള്ളം ചേർക്കുള്ളൂ, ഇല്ലെങ്കിൽ തീരെ അരയില്ല. ഞാനിത് അരച്ചിട്ട് വരാം. അങ്ങനെ അരച്ചു, ചമ്മന്തി റെഡി. കുറച്ചൊക്കെ സൈഡിലായി അതൊക്കെ ഉണ്ട്. പിന്നെ അരയ്ക്കാൻ തന്നില്ല, അല്ലെങ്കിൽ ഫുൾ നേരം വൈകിക്കണം. അപ്പോൾ ഒന്ന് വേഗം വേഗമൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ചമ്മന്തി ഇങ്ങേക്ക് കടുക് വറുത്തിട്ടാൽ മതി.
അപ്പം ദോശ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ദോശ തന്നെയല്ല. കഴിഞ്ഞ വീട്ടിലും ദോശ തന്നെയായിരുന്നു. ദോശമാവ് അരച്ച പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ദോശ ഇഡ്ഡലി ഇടയിലും മാറി പുട്ടൊക്കെ ഉണ്ടാക്കും. മോനെ വെച്ചാകുമ്പോൾ ദോശ ഇട്ടപ്പോൾ രാവിലെ ദോശ വേഗം പരിപാടി കഴിയുമല്ലോ വെച്ചിട്ട് ദോശ സുഖമല്ലേ, അപ്പോൾ അതാവും അധികം ഉണ്ടാക്കാം. അപ്പോൾ അത് റിച്ചുവിനുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് മൂത്താർക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് കടുക് പൊട്ടിച്ചപ്പോൾ എണ്ണയൊക്കെ തൈണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ചില സമയത്തൊക്കെ നിന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് ടിഷ്യൂ അടിച്ച് തുടച്ചെടുക്കും. അപ്പോൾ ദോശയായി ഇനിയാക്കി മസാല വെച്ചിട്ട് അവനെ കൊണ്ട് കൊടുക്കണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഏട്ടന് അത് വേണ്ട, ദോശ വേണ്ട പറഞ്ഞു. അപ്പോൾ പുട്ടുണ്ടാക്കാൻ തന്നു. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame. And it's fire, burning holes inside my brain. Some days with you it's paradise, but now you spin me in a web with all your lies. Want you to feel the way I feel inside. I'm reaching out for help, you got me in a riptide. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame. And it's fire, burning holes inside my brain. Change my fate, yeah, please just blow this flame away. And I hold on for rainy days. It feels like a decade, just please come and save me. And it's fire, burning holes inside my brain. Feel the fire, heat that melts us down again. Now it's pouring through my veins, but I said you're the spark to blame. And it's fire, burning holes inside my brain. Fire, fire.
അപ്പം നമ്മുടെ പുട്ട് കഴിക്കുകയാണ്. അപ്പം ഞാൻ പുട്ട് ഒരു കുറ്റിയൊക്കെ ഉണ്ടാക്കണമല്ലോ, ഏട്ടന് മാത്രം. പിന്നെ ദോശ ഉണ്ടാക്കാമല്ലോ, ദോശ ഉണ്ടാക്കാൻ ഇതൊക്കെ ഉണ്ട്. ഞാൻ അപ്പുറത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം പുട്ടും പഴം ഇനി പാല് തിളച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മാത്രം കുറച്ച് കോഫി ഉണ്ടാക്കുക, മറ്റേ കുറച്ച് പാല് കുടിക്കുക. അങ്ങനെ വെറുതെ പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ച് കൊടുക്കുക ചെയ്യുക, അവന് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കഴിഞ്ഞപ്പോൾ എനിക്ക് ദോശ ഉണ്ടാക്കുക വെച്ചു. ഏട്ടനും ദോശ ഒരെണ്ണം വേണം പറഞ്ഞു. അപ്പം ജസ്റ്റ് ഒന്നും ഉണ്ടാക്കി കൊടുത്ത് ബാക്കി എനിക്കും ഉണ്ടാക്കിയിട്ട് വയ്ക്കാം, വേഗം ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും ഇനിയിപ്പോൾ ചെറിയ മോൻ കരയാൻ തുടങ്ങും. വേഗം തീർത്തതിനെ കഴിഞ്ഞല്ലോ. ഇത് ഉണ്ടാക്കുമ്പോഴേക്കും സമയം ഒരു 11 മണി കഴിക്കണു. അങ്ങനെ ഏട്ടനുണ്ടാക്കി, ഇനി എനിക്ക് ഉണ്ടാക്കുകയാണ് ഞാൻ. അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ പെട്ടെന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം കുട്ടികളുടെ അടുത്ത് അവർ കളിക്കണം നോക്കിയിരുന്നു. ഋതുവിന് വാക്കർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിലൊരു നൂല് പോലെ കെട്ടിയിട്ടേക്കുക. അപ്പോൾ നമുക്കങ്ങനെ ഇരിക്കുമ്പോൾ വലിച്ചിങ്ങനെ അടുത്തേക്ക് കൊണ്ടു ചെയ്യാം. ജസ്റ്റ് നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, അതിൻ്റെ മുകളിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ റിച്ചു ആണ്ട് അപ്പുറത്തും പോയി കളിക്കുകയാണ്. അങ്ങനെ അവരെ കൂടെ ഇരുന്ന് കളിച്ചു. പിന്നെ നമ്മൾ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ഈവനിങ് ഇവർക്ക് കഞ്ഞി വയ്ക്കുക ചെയ്യാം. അവന് കഞ്ഞി കൊടുക്കും. പിന്നെ അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഞാൻ ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 4:30 ആകുമ്പോൾ പിന്നെ അടുക്കള കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഒരു പാൻ എടുക്കുക, ചൂടാക്കി കുറച്ച് ബട്ടർ ചേർക്കുക. ഫുൾ ബട്ടറിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് ഓയിലും മോനാപ്പയ്ക്ക് അരച്ചിട്ട് ഉണ്ടാക്കണം. അതിൽ ഫസ്റ്റ് വെളുത്തുള്ളി ഒന്നിട്ടിട്ടൊന്ന് ജസ്റ്റ് വാടി ഉണ്ടാക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ അതിലേക്ക് സവാള ഇടുക. സവാളിൻ്റെ ചെറുതായിട്ട് വാട്ടുക. അത് പിന്നെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ക്യാരറ്റും ക്യാബേജും ഇടുക. അത് ജസ്റ്റ് ഒന്നിട്ട് വാട്ടുക. അത് രണ്ടും കുറച്ച് വാടാൻ ഒന്ന് ആയി വരാൻ കുറച്ച് ടൈം. ഞാനത് എയർ ഫ്രയറിലാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഫ്രൈ ആയി വരും. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഈ ഫ്രൈഡ് സവാള ഇട്ടുണ്ടാക്കുകയാണ്. ക്യാബേജ് ഇട്ടു. ഇനി അതൊന്ന് വാടണം. അതൊന്ന് ആയി വന്നപ്പോൾ ഞാൻ എനിക്ക് ക്യാപ്സിക്കം 3 കളറിലുള്ള ക്യാപ്സിക്കം ഇട്ടു. റെഡും യെല്ലോയും ഗ്രീനും. അങ്ങനെ 3 കളറിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ടു. സ്പ്രിംഗ് ഓണിയനൊക്കെ ഇടാം. ജസ്റ്റ് അത് പെട്ടെന്നാവും. ക്യാപ്സിക്കം ഒരു 3 കളറുണ്ട്. അപ്പം 3 കളറ് ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ ജസ്റ്റ് ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒരു ജസ്റ്റ് പരട്ടിയിട്ട് ഞാൻ ഇത് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുക. അരി വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിടും, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുക. അപ്പോൾ മുട്ട ഇതാക്കി കൊടുത്തു. ഇങ്ങേക്ക് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ചില്ലി ഗാർലിക് സോസാണ്. ടൊമാറ്റോ സോസും ടൊമാറ്റോ കൂടി ചേർന്നിട്ടുള്ളതാണ്. ചില്ലി ഗാർലിക് ടൊമാറ്റോ സോസാണ്. അപ്പോൾ അത് ചേർത്തിങ്ങനെ സാധാ ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കുക. പിന്നെ സോയാ സോസ് ചേർക്കുക. ഇത് രണ്ടും കൂടി നല്ല മിക്സ് ചെയ്യുക. നമ്മളുടെ ഇത് റൈസ് ഇട്ട് നോക്കിയിട്ട് പോരെങ്കിൽ പിന്നെ അപ്പോൾ കുറച്ചും കൂടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർക്കണം. വിനീഗർ ചേർക്കുക.
ഒരു ശർക്കരം പഞ്ചസാരയും കൂടി ഒന്ന് തുള്ളി വെതറി കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വിനീഗർ ചേർത്തിട്ടുണ്ട്. ഞെക്കി കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് വെതറി കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി മസ്റ്റാണ്, അത് കുറച്ചിട്ട് പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ചിക്കട്ടു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. അതൊക്കെ ഒന്നായി വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ടിങ്ങി വരാം. അപ്പോൾ അടിപൊളി ഫ്രൈഡ് റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്നാവും. എന്ത് നമ്മളെ കയ്യിലുള്ളതായിട്ട് ഉണ്ടാക്കിയാൽ മതി. ബൈ.